ഹായ്, വെൽക്കം ടു മൈ ചാനൽ റജു ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു അടിപൊളി നെക്ക് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് കുർത്തിക്കൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2.5 ഇഞ്ച് വിട്ടാണ് ഞാൻ എടുക്കുന്നത്. നെക്കിൻ്റെ അകലം ഒരു 2.5 ഇഞ്ചും നെക്കിൻ്റെ ഡെപ്ത് അതായത് ഒരു 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയറായിട്ടൊന്ന് മാർക്ക് ചെയ്യുക, വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇനി നമുക്കിതിലൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഈ റൗണ്ട് ഷേപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ റൗണ്ട് ഷേപ്പ് കൊടുത്തൊന്ന് മാർക്ക് ചെയ്യുക. റൗണ്ട് ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 നെക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ 2 നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ പാർട്ടിൽ നിന്നും ഒരു വി ഷേപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 റൗണ്ട് ഷേപ്പും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ മാർക്ക് ചെയ്ത 2 യു ഷേപ്പും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. മാറ്റിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ യു ഷേപ്പിലൊരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തുണിയിലോട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടി അയൺ ബോക്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ നെക്ക് പാർട്ട് അതിനകത്തൊരു ഗ്ലേസിങ് ഉള്ളൊരു പാർട്ടുണ്ട്, അത് വെച്ചിട്ടൊന്ന് ചൂടായ അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ അരികുവശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഓരോ കട്ട് കൊടുത്തതിന് ശേഷമാണ് അടിവശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി റോങ് സൈഡിലാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ റൈറ്റ് ടു റൈറ്റ് സൈഡ് നല്ല 2 പീസ് എടുക്കുക. ക്ലോത്തിൻ്റെ നല്ല 2 പീസ് എടുത്തിട്ട് റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ആ ക്യാൻവാസിൻ്റെ അറ്റത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് അടുത്തതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സീം അലൗൺസ് ഒരു 4 ഇഞ്ച് ഇട്ടിട്ട് വേണം ഇതിനെ കട്ട് ചെയ്ത് മാറ്റാൻ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കോർണർ ഭാഗമൊക്കെ നമുക്കൊന്ന് ഓരോ കട്ടുകൾ കൊടുത്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്താൽ എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഈ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1.5 ഇഞ്ച് സെയിം ബാലൻസ് ഇട്ടിട്ടാണ് നമ്മൾ ബാലൻസ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. മാറ്റിയതിന് ശേഷം നമുക്കിതിനൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് പാർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നെക്ക് എടുത്തതിന് ശേഷം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തൊരു നോച്ച് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് കൊടുത്തതിന് ശേഷം റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ് നെക്കിൻ്റെ. അപ്പോൾ അതൊന്ന് പിൻ ചെയ്തതിന് ശേഷം വേണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിനെ ഒരു 4 ഇഞ്ച് ഇട്ടിട്ടൊന്ന് സീം അലൗൺസ് ഇട്ടിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിന് ഓരോ കട്ടുകൾ ഇതുപോലെ കൊടുത്തിട്ട് ഇതിനെ തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. ക്രോസ് പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നെക്കിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം.
ഇനി നമുക്ക് നെക്കിന് ഒരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് പീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്കിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. റോങ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ഡബിൾ ഫോൾഡ് ചെയ്ത ഹാഫ് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആണ് നമ്മളെ യു ഷേപ്പിലെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ആ യുവും വിയും വരുന്ന നെക്ക് പാർട്ട് എടുക്കുക. അതെടുത്തതിന് ശേഷം കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം സെൻറ്ററായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്യുക. വി സെൻറ്റർ ഭാഗത്ത് വരത്തക്ക രീതിയിൽ തന്നെ വേണം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.